INTUC നേതാവ് അഞ്ചൽ രാമഭദ്രൻ വധക്കേസിൽ CPIM നേതാക്കൾ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. 4 പേരെ വെറുതെ വിട്ടു. തിരുവനന്തപുരം CBI കോടതിയാണ് വിധി പറഞ്ഞത്. ശിക്ഷ ഈ മാസം 30-ന് വിധിക്കും. CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ, മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം മാക്സൺ ഉൾപ്പെടെ 14 പ്രതികളെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയമോഹൻ അടക്കം 4 പ്രതികളെ വെറുതെ വിട്ടു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ കൂടാതെ പ്രതികളെ രക്ഷിക്കാൻ സഹായിച്ചവരടക്കമുള്ളവരാണ് പ്രതികൾ. നീണ്ട പോരാട്ടമായിരുന്നെന്നും വിധിയിൽ സന്തോഷമെന്നും രാമഭദ്രന്റെ കുടുംബം പറഞ്ഞു. പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും പല രീതിയിലും ഇതിനെ അട്ടിമറിക്കാൻ അന്വേഷിച്ച പോലീസ് ഓഫീസർ വരെ പ്രതികളെ കണ്ടില്ല എന്നുള്ള രീതിയിൽ പോലും നടിച്ചിരുന്നു. പക്ഷേ എല്ലാം കോടതിക്ക് അതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ 3 പേര്, ഞാൻ, അമ്മ, അനിയത്തി ഐ വിറ്റ്നസ്സസ് ആണ്. അപ്പം ഞങ്ങൾ 3 പേര് കണ്ട കാര്യങ്ങൾ മൊത്തം നമ്മളുടെ മൊഴികൾ, അങ്ങനെ ഓരോ വിറ്റ്നസ്സും അത്രയും നല്ല വിറ്റ്നസ്സുകളായിരുന്നു. അപ്പം ഒന്നിൽ പോലും കോടതിക്ക് ഒരു പിഴവ് തോന്നിയിട്ടില്ല വിറ്റ്നസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും. 2010 ഏപ്രിൽ 10-നാണ് വീട്ടിനുള്ളിൽ കയറി രാമഭദ്രനെ CPIM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. INTUC ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന രാമഭദ്രനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം. മക്കളായ ആര്യയ്ക്കും ആതിരയ്ക്കും ഭാര്യ ബിന്ദുവിനുമൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെട്ടിക്കൊന്നത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. എന്നാൽ കേസന്വേഷണം ശരിയായ ദിശയിലല്ലെന്നാരോപിച്ച് രാമഭദ്രന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം CBIക്ക് വിട്ടത്. 126 സാക്ഷികളുണ്ടായിരുന്ന കേസിൽ CPM പ്രവർത്തകരായ സാക്ഷികൾ കൂറുമാറി. അറസ്റ്റ് ചെയ്ത പ്രതികളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ സാക്ഷിയായ വിസ്തരിച്ച DYSP വിനോദ് കുമാർ മൊഴി നൽകിയതും വിവാദമായിരുന്നു. CBI തിരുവനന്തപുരം യൂണിറ്റാണ് കേസ് അന്വേഷിച്ചത്. 24 തിരുവനന്തപുരം.